Good morning. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ഇന്നത്തെ ന്യൂസ് പേപ്പറാണ് ജാനുവരി 4th. ആദ്യത്തെ ന്യൂസ് മൂണിലേക്ക് പിന്നീട് നമ്മളുടെ ചൈന സെൻഡ് ചെയ്ത ഒരു മിഷനാണ് Chang'e-4. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് മൂണിന്റെ പിന്നീട് ഔട്ടർ സ്പേസിൽ ഓൾറെഡി അത് റീച്ച് ചെയ്തു എന്നൊരു ന്യൂസ് ഉണ്ട്. Chang'e-4 CHANGE-4 അതാണ് Chang'e-4 എന്ന് പറയുന്നത്. ചൈനയുടെ മൂൺ പ്രോബ് അത് മൂണിന്റെ ഡാർക്ക് സൈഡിനെ പിന്നീട് സ്റ്റഡി ചെയ്യാൻ സഹായിക്കും. സക്സസ്ഫുള്ളി അത് അവിടെ റീച്ച് ചെയ്തു. മൂണിന്റെ ഫാർ സൈഡിന് അറിയപ്പെടുന്ന വോൺ കാർമൻ ക്രേറ്റർ എന്നാണ്. വോൺ കാർമൻ KARMAN കാർമൻ ക്രേറ്റർ CRATER വോൺ കാർമൻ ക്രേറ്റർ എന്നറിയപ്പെടുന്ന മൂണിന്റെ ഫാർ സൈഡിൽ റീച്ച് ചെയ്യുന്ന ഫസ്റ്റ് മൂൺ മിഷനും കൂടിയാണ്. അപ്പം ഫസ്റ്റ് മൂൺ മിഷനാണ് ടു റീച്ച് ദ വോൺ കാർമൻ ക്രേറ്റർ ദ ഫാർ സൈഡ് ഓഫ് ദ മൂൺ. അതാണ് Chang'e-4ന്റെ പ്രത്യേകത. അതിനെക്കുറിച്ച് ഹിന്ദു എഡിറ്റോറിയലും ഉണ്ട്. അപ്പം അതാണ് പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം. ബാക്കിയൊക്കെ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് നടന്ന ഹർത്താലിനെ കുറിച്ചും ഒക്കെയാണ്. അന്ന് നമുക്ക് ന്യൂസ് അല്ല, നമ്മളെ സംബന്ധിച്ച് അന്നും വേണ്ട. പിന്നീട് സ്വിറ്റ്സർലാൻഡ് ഹോപ്പ്മാൻ കപ്പിന്റെ ഫൈനൽ കയറി എന്നൊരു ന്യൂസ് ഉണ്ട്. ഹോപ്പ്മാൻ കപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. ടെന്നീസിലെ ടീം ചാമ്പ്യൻഷിപ്പ് ആണ്. മിക്സ്ഡ് ആണ് അതിന്റെ പ്രത്യേകത. മെയിലിനും ഫീമെയിലിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഡേവിസ് കപ്പിലാകുമ്പോൾ മെയിലിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. ഫെഡ് കപ്പ് ആകുമ്പോൾ ഫീമെയിലിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഹോപ്പ്മാൻ കപ്പില് മെയിലിനും ഫീമെയിലിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതിന്റെ ഫൈനലിൽ സ്വിറ്റ്സർലാൻഡ് കടന്നു എന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ രോഹൻ ബൊപ്പണ്ണ, ഡിവിജ് ശരൺ. രോഹൻ ബൊപ്പണ്ണ എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ പഴയ ഒരു പ്ലെയർ ആണ്, ടെന്നീസ് പ്ലെയർ. പഴയ പ്ലെയർ എന്ന് വെച്ചാൽ പണ്ട് തൊട്ട് കുറച്ചു കാലം കൊണ്ട് കളിക്കുന്ന പ്ലെയർ ആണ്. ഇപ്പോഴും കളിക്കുന്നുണ്ട്. ഡിവിജ് ശരൺ ഒരു പക്ഷേ കേട്ടിട്ടില്ലായിരിക്കും. DIVIJ ഡിവിജ് ശരൺ SHARN ഡിവിജ് ശരൺ ഇന്ത്യയുടെ മറ്റൊരു ഡബിൾസ് ടെന്നീസ് പ്ലെയർ ആണ്. പിന്നെ PBL പ്രീമിയർ ബാഡ്മിന്റൺ ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ബാഡ്മിന്റൺ ലീഗ്. PKL പ്രോ കബഡി ലീഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ജൂനിയർ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ആരാണെന്ന് വെച്ചാൽ രാഹുൽ ദ്രാവിഡാണ് ഇന്ത്യൻ ജൂനിയർ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച്. അതുപോലെ സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന ഒരു ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ക്രിക്കറ്റ് പ്ലെയറിന്റെ വളർച്ചയ്ക്ക് കാരണം എന്ന് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കോച്ച് ബാല്യകാലത്തെ കോച്ചായിരുന്ന രമാകാന്ത് അച്ചരേക്കർ ആണ്. രമാകാന്ത് അച്ചരേക്കർ ACHREKAR രമാകാന്ത് അച്ചരേക്കർ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഏറ്റവും വലിയ കോച്ചായിട്ട് കരുതപ്പെടുന്ന അദ്ദേഹത്തിനെയാണ്. കാരണം സച്ചിൻ ടെണ്ടുൽക്കറിനെ മാത്രമല്ല, വിനോദ് കാംബ്ലി, പ്രവീൺ ആംബ്രെ ഇതുപോലെ ഒത്തിരി നല്ല പ്ലേയേഴ്സിന് ഇന്ത്യൻ ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട പ്ലേയേഴ്സിന്റെ ഗ്രൂം ചെയ്തത് രമാകാന്ത് അച്ചരേക്കർ ആയിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. ആ ഒരു ന്യൂസ് ഉണ്ട്. E-Way ബിൽ E-WAY ബിൽ ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാഫിക്കിങ്ങിന് വേണ്ടിയിട്ട് GSTയിൽ കൊണ്ടുവന്നൊരു സംവിധാനമാണ് കഴിഞ്ഞ വർഷം. ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാഫിക്കിംഗ് നടത്തുന്ന സമയത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിന് അണ്ടറിൽ വന്നൊരു പുതിയ സംവിധാനമാണ് E-Way ബിൽ എന്നറിയപ്പെടുന്നത്. E-Way ബിൽ. NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ നാഷണൽ ഹൈവേസിന്റെ നോഡൽ ഏജൻസി, അല്ലെങ്കിൽ ഇന്ത്യയുടെ നാഷണൽ ഹൈവേസിന് റൺ ചെയ്യുന്ന നോഡൽ ഏജൻസിയാണ് NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. IBC 2016 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 ഇന്ത്യയിലെ ബാങ്കുകളെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നിയമം. ബാഡ് ലോൺസ് അല്ലെങ്കിൽ NPA നോൺ പെർഫോമിംഗ് അസറ്റ്സ് തിരിച്ചു പിടിക്കാൻ, അല്ലെങ്കിൽ അതിന് നോൺ പെർഫോമിംഗ് അസറ്റ്സിനെ റിക്കവർ ചെയ്യാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന നിയമം. ഇന്നിപ്പം ബിസിനസ് പേജിൽ രണ്ടിടത്ത് IBCയെ കുറിച്ചുണ്ട്. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 കുറിച്ച്. ഈ വർഷം മാർച്ചോടുകൂടി 70,000 കോടിയോളം രൂപ IBC ഉപയോഗിച്ച് ബാങ്കുകൾക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്നത്. CRAR അതിന്റെ എക്സ്പാൻഷൻ അറിയാം. CRAR Capital to risk weighted asset ratio. Capital to risk weighted asset ratio. CRAR Capital to risk weighted asset ratio. പിന്നീട് അതുപോലെ ജമാൽ ഖഷോഗി പിന്നീട് പിന്നീട് മേഡേഴ്സിന്
ആയിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് ഉണ്ട്. അത് നമുക്ക് മർഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. നമുക്ക് തൽക്കാലം വേണ്ട. ജമാൽ ഖഷോഗി ആണെന്ന് എല്ലാവർക്കും അറിയാം, സൗദി ജേർണലിസ്റ്റ് കൊല്ലപ്പെട്ട ആള്. അതുപോലെ ഡൊണാൾഡ് ട്രംപും നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അണ്ണും തമ്മിൽ മീറ്റിംഗ് ഉടനെ ഉണ്ടായേക്കുമെന്നാണ് പറയുന്നത്. ഫസ്റ്റ് മീറ്റിംഗ് കഴിഞ്ഞു. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റും അമേരിക്കയുടെ പ്രസിഡന്റുമായിട്ട് സെന്റോസ ഐലൻഡിൽ വെച്ചാണ് നടന്നത്, സിംഗപ്പൂരില്. ഇപ്പോ നെക്സ്റ്റ് മീറ്റിംഗ് ഉടനെ നടന്നേക്കുമെന്നാണ് പറയുന്നത്. പിന്നീട് ഈയിടയ്ക്ക് ഫ്രാൻസിലുണ്ടായ ഏറ്റവും വലിയ ആന്റി ഗവൺമെന്റ് പ്രൊട്ടസ്റ്റ് യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ് എന്നാണ് അറിയപ്പെടുന്ന. യെല്ലോ വെസ്റ്റ്, YELLOW, യെല്ലോ വെസ്റ്റ്, VEST, യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ്. ഈ യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ് സൂത്രധാരന്മാരെ പിടികൂടി, ഇങ്ങനെയൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. യെല്ലോ വെസ്റ്റ് പ്രൊട്ടസ്റ്റ്. പിന്നീട് ലോക്സഭയുടെ സ്പീക്കർ സുമിത്ര മഹാജൻ, അവരുടെ ഒരു ഫോട്ടോ ഉണ്ട്. ലോക്സഭയുടെ സ്പീക്കർ സുമിത്ര മഹാജൻ. പാർലമെന്റിന്റെ വിന്റർ സെഷൻ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിന്റർ സെഷൻ ഓഫ് പാർലമെന്റ്. അതുപോലെ രാജ്യസഭ ജമ്മു ആൻഡ് കാശ്മീരിൽ പ്രസിഡന്റ്സ് റൂളാണ്. ഇപ്പം പ്രസിഡന്റ്സ് റൂള് നിലവിൽ വന്നു കഴിഞ്ഞു ജമ്മു ആൻഡ് കാശ്മീർ. ഇന്ത്യയിൽ ഇപ്പോ പ്രസിഡന്റ്സ് റൂളിൽ നിലനിൽക്കുന്ന ഒരേ ഒരു സ്റ്റേറ്റേ ഉള്ളൂ, അത് ജമ്മു ആൻഡ് കാശ്മീരാണ്. ഒരു സ്റ്റേറ്റിൽ പ്രസിഡന്റിന്റെ റൂള് ഡിക്ലെയർ ചെയ്യുന്നത് സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടാണ്. അത് ആർട്ടിക്കിൾ 356 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സ്റ്റേറ്റ് എമർജൻസി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 356 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സ്റ്റേറ്റ് എമർജൻസി. സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് പ്രസിഡന്റ് ഭരണം ഏറ്റെടുക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് ഏജ് എഴുതി കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് ഏജ് 65 ആണ്. 65 വയസ്സിലാണ് സുപ്രീം കോടതിയിലെ ജഡ്ജി റിട്ടയർ ആകേണ്ടത്. ഹൈക്കോടതിയിലെ ജഡ്ജിമാരുടെ റിട്ടയർമെന്റ് ഏജ് 62 ആണ്. 62. ഈ വർഷം ഇലക്ഷന് മുമ്പ് ബഡ്ജറ്റ് കാണത്തില്ല, പകരം വോട്ട് ഓൺ അക്കൌണ്ട് മാത്രമേ കാണുള്ളൂ ഇന്ത്യയുടെ രാജ്യസഭയുടെ ചെയർമാനും വൈസ് പ്രസിഡന്റുമായ വെങ്കയ്യ നായിഡു പറഞ്ഞിരിക്കുന്നത്. രാജ്യസഭയുടെ ചെയർമാനാണ്, വൈസ് പ്രസിഡന്റാണ് രാജ്യസഭയുടെ ചെയർമാൻ, അത് വെങ്കയ്യ നായിഡു ആണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ബഡ്ജറ്റ് കാണത്തില്ല ഈ വർഷം ഇലക്ഷന് മുമ്പ്. അത് എല്ലാ വർഷവും അങ്ങനെ, എല്ലാ തവണയും അങ്ങനെയാണ്. ബഡ്ജറ്റ് ഇലക്ഷന് മുമ്പ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നില്ല, ഇലക്ഷന് ശേഷം പുതുതായിട്ട് വരുന്ന ഗവൺമെന്റാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ബഡ്ജറ്റ് അവതരിപ്പിച്ചില്ല എന്ന് കരുതിയിട്ട് ആ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയം വരെ താൽക്കാലിക ചെലവുകൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിനുള്ള പ്രൊവിഷൻ ഇന്ത്യയുടെ ഭരണഘടന, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുണ്ട്. അതിനാണ് വോട്ട് ഓൺ അക്കൌണ്ട് എന്ന് പറയുന്നത്. VOTE, വോട്ട് ഓൺ, ON അക്കൌണ്ട്. 2019, അതായത് ഈ വർഷം ഇന്ത്യയുടെ ചന്ദ്രയാൻ 2 നടക്കും എന്ന് പറയുന്നു. ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 1 2008 നടന്നത്. 2019 ചന്ദ്രയാൻ 2 വഴി ഇന്ത്യ ഇപ്പോ നമ്മളുടെ ചൈനയുടെ ചാങ്നി 4 എന്ന് പറയുന്ന മൂൺ മിഷൻ പോലെ നമ്മളൊരു റോവറിനെ അവിടെ ലാൻഡ് ചെയ്യിക്കാനാണ് നോക്കുന്നത് ചന്ദ്രയാൻ 2. അതുപോലെ 2022 ഇന്ത്യയുടെ മാൻഡ് മിഷൻ ടു സ്പേസ് ഗഗൻയാൻ നടക്കും. ഗഗൻയാൻ, ചന്ദ്രയാൻ, ഗഗൻയാൻ. ഈ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബിൽ 2016 അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബിൽ 2016 എന്നറിയപ്പെടുന്ന നിയമം പാർലമെന്റിൽ സിറ്റിസൺഷിപ്പ് നിയമങ്ങള് അമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് എന്ന് പറയുന്നത്. ഇപ്പൊ പാർലമെന്റിൽ അത് അവതരിപ്പിച്ച് പാസ്സാക്കാൻ ശ്രമിക്കുകയാണ് ഗവൺമെന്റ്. ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള മൈനോറിറ്റീസിന് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബിൽ 2016 കൊണ്ടുവരുന്നതെന്ന് ഏതെങ്കിലും ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 3 രാജ്യങ്ങളിൽ നിന്നുള്ള മൈനോറിറ്റീസിനെ ഇന്ത്യയിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ ഈ 3 രാജ്യങ്ങളിലെയും മെജോറിറ്റി മുസ്ലിംസ് ആണ്. അവരൊഴികെയുള്ള മൈനോറിറ്റീസിന് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നിയമം ഭേദഗതി ചെയ്യുന്നത്, ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് നിയമം. ഏതൊക്കെ രാജ്യങ്ങളാണെന്ന് പഠിച്ചു വെച്ചിരിക്കുക? ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ആൻഡ് അഫ്ഗാനിസ്ഥാൻ. ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ ആയിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ശബരിമലയിൽ സ്ത്രീകൾ എൻ്റർ ചെയ്തതിന് ഹെയിൽ ചെയ്തുകൊണ്ട് അതിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള അതൊരു വളരെ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ഒരു നിമിഷമാണ് എന്നുള്ള രീതിയിലാണ് ഹിന്ദുവിന്റെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ്, അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് വലിയ ആവശ്യമില്ലാത്ത കാര്യമാണ് ആ എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ ഡാർക്ക് സൈഡ് ഓഫ് ദ മൂൺ എന്ന് പറഞ്ഞാണ്. മൂണിന്റെ ഡാർക്ക് സൈഡിനെ കുറിച്ച് പഠിക്കാൻ വോൺ കാർമൻ ക്രേറ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്ന ആദ്യത്തെ പിന്നീട് മൂൺ മിഷനായ ചാങ്നി 4നെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. അതുപോലെ ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് LCA പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് LCA അല്ലെങ്കിൽ ഇന്ത്യ നിർമ്മിച്ചെടുത്ത ചെറു യുദ്ധവിമാനം എന്നാണ് അതിനെ മലയാളത്തിൽ പറയുന്നത്.
ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണ് തേജസ്. അത് നിർമ്മിക്കുന്നത് HAL ആണ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. ഇന്ത്യയിലെ ഇൻസ്റ്റന്റ് ഫുഡുകളിൽ ഒരെണ്ണമായ മാഗി നൂഡിൽസ്, അത് നെസ്ലയുടെ ഒരു ബ്രാൻഡാണ്. വേൾഡിലെ ഏറ്റവും വലിയ പാക്കേജ് ഫുഡ് മാനുഫാക്ചറർ ആണ് നെസ്ലെ എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡ് കമ്പനി. അവരുടെ ബ്രാൻഡ് നെയിമാണ് മാഗി. ഇപ്പൊ മാഗിക്കെതിരെ എന്തൊക്കെയോ പ്രോബ്ലംസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. RERA, റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ അതോറിറ്റി, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആണ് RERA എന്ന് പറയുന്നത്. റിയൽ എസ്റ്റേറ്റ് സെക്ടറിന്റെ റെഗുലേറ്റർ ആണ് RERA, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി RERA. റിയൽ എസ്റ്റേറ്റ് സെക്ടറിന് ഒരു റെഗുലേറ്റർ പുതുതായി വന്നു. ഇത്രയും കാലം ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം തൊട്ടാണ് റെഗുലേറ്റർ നിലവിൽ വന്നത്. അതിനാണ് RERA എന്ന് പറയുന്നത്, റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി. പിന്നെ രണ്ട് ബാങ്കുകളെ ബാങ്ക് ഓഫ് ബറോഡയായിട്ട് മെർജ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യയിലെ ഒരു വലിയ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിലേക്ക് രണ്ട് ചെറിയ ബാങ്കുകളെ മെർജ് ചെയ്യാൻ പോകണം. അത് വിജയ ബാങ്കും ദേന ബാങ്കുമാണ്. വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക്. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇൻഡെക്സ് ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ്. അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ സ്വീഡനും, രണ്ടാം സ്ഥാനത്ത് മൊറോക്കോയും ആണ്. ക്ലൈമറ്റ് ചേഞ്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് എടുക്കുന്ന പോസിറ്റീവ് ആക്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് CCPI ക്ലൈമറ്റ് ചേഞ്ച് പെർഫോമൻസ് ഇൻഡെക്സ് ഉണ്ടാക്കുന്നത്. ആ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത്, വേൾഡിലെ ഏറ്റവും മികച്ച രീതിയിൽ ക്ലൈമറ്റ് ചേഞ്ചിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുന്ന സ്വീഡനും, രണ്ടാം സ്ഥാനത്ത് മൊറോക്കോയാണ്. MOROCCO. ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര എന്ന് പറയുന്നത് ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ടെന്നീസ് ടൂർണമെന്റ് ആണ് ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര. പിന്നീട് ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ്, AFC ഏഷ്യ കപ്പ്. AFC എന്ന് പറയുന്നത് ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ മറ്റോ ആണ് AFCയുടെ എക്സ്പാൻഷൻ. ഒരു സെക്കൻഡ്. അപ്പൊ AFCയുടെ ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോയാണ്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫറൻസ് എന്നോ കോൺഫെഡറേഷൻ എന്നോ ആണ്. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ, അതാണ് AFC. ഏഷ്യൻ ഫുട്ബോൾ കോൺഫെഡറേഷൻ AFC. AFCയുടെ ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ UAE, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കാൻ പോകുന്നത് UAE-യിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡക്ഷൻ കമ്പനിയാണ്. കോൾ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡക്ഷൻ കമ്പനി കോൾ ഇന്ത്യ. The RBI has appointed an 8-member expert committee headed by former SEBI chairman UK Sinha to comprehensively review and propose long-term solution for revival of the micro, small and medium enterprises sector. എന്നൊരു ന്യൂസ് ഉണ്ട്. എന്തായാലും MSME സെക്ടർ എന്നാണ് നമ്മൾ ചുരുക്കി പറയുന്നത്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് സെക്ടർ. അപ്പൊ മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് സെക്ടർ, MSME സെക്ടറിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, അവരുടെ റിവൈവലിന് വേണ്ടിയിട്ട് ലോങ് ടൈം സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ ഹെഡാണ് UK സിൻഹ. ഏതെങ്കിലും ഒരു എക്സാമിന് ചോദിക്കുകയാണ് MSME റിവൈവലിന് വേണ്ടി, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന്റെ റിവൈവലിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ ഹെഡ് ആരാണ്? UK സിൻഹയാണ്. ഹീറോ മോട്ടോകോർപ്പ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ കമ്പനി. അതിന്റെ ചെയർമാനാണ് പവൻ കുമാർ മുഞ്ചൽ. PAWN, പവൻ മുഞ്ചൽ, MUNJL. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൂ വീലർ കമ്പനിയായ ഹീറോ മോട്ടോകോർപ്പിന്റെ ചെയർമാൻ. ഇന്ത്യയുടെ ടെലികോം മിനിസ്റ്റർ മനോജ് സിൻഹയാണ്. TDSAT, ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ടെലികോം ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ, TDSAT. ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ടെലികോം സെക്ടർ റെഗുലേറ്ററാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ. TDSAT എന്ന് പറഞ്ഞാൽ ആ ഫീൽഡിലെ ഒരു കോടതിയാണ്. ടെലികോം ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുന്നതിനായിട്ടുള്ള ഒരു കോർട്ടാണ്, ട്രൈബ്യൂണലാണ്. തൈവാൻ ചൈനയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്ന സ്വതന്ത്ര രാജ്യം ആണെന്ന് സ്വയം അവകാശപ്പെടുകയും പക്ഷെ ചൈന അത് അംഗീകരിച്ചു കൊടുക്കാതെ എത്രയും പെട്ടെന്ന് തൈവാനിനെ ചൈനയിലേക്ക് ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ് തൈവാൻ. അപ്പൊ തൈവാൻ എന്തായാലും ഇപ്പൊ സ്വന്തമായിട്ട് പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. തൈവാന്റെ പ്രൈം മിനിസ്റ്ററിന്റെ പേരാണ്
തൈവാൻ പ്രൈം മിനിസ്റ്റർ അല്ല, പ്രസിഡന്റ് ആണ്. സോറി, തൈവാന്റെ പ്രസിഡന്റ് പേര് സായ് ഇങ് വെൻ. TSAI സായ് ഇങ് ING-വെൻ. സായ് ഇങ് വെൻ തൈവാനീസ് പ്രസിഡന്റ് ആണ്. തൈവാൻകാർ ചൈനയോട് യോജിക്കാത്തൊരു വേറൊരു കാരണമുണ്ട്. തൈവാൻ ഇപ്പൊ കംപ്ലീറ്റ് ഫ്രീഡം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു രാജ്യമാണ്, ഒരു ഡെമോക്രസിയാണ്. പക്ഷെ ചൈന കമ്മ്യൂണിസമാണ്. അപ്പൊ ചൈനയിലേക്ക് തൈവാൻ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അംഗീകരിക്കേണ്ടി വരും. ഡെമോക്രസി ഇല്ലാതാവും. അതാണ് അവരുടെ മെയിൻ പ്രോബ്ലം. JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി. JPC ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എക്സ്പാൻഷൻ. കഴിഞ്ഞ വർഷത്തെ അത്ലറ്റിക്സിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടങ്ങളെ കുറിച്ചുള്ള ഒരു കണക്കെടുപ്പ് ഹിന്ദുവിലുണ്ട്. അതില് നമുക്ക് നേട്ടങ്ങൾ എന്ന് പറയാൻ കുറെ ഉണ്ടെങ്കിലും വേൾഡ് ലെവലിലെ നേട്ടങ്ങൾ എന്ന് പറയാൻ നമുക്ക് 2 നേട്ടങ്ങളെ മെയിൻ ആയിട്ടുള്ള. അത്ലറ്റിക്സിൽ, ബാഡ്മിന്റണിലും അങ്ങനെയുള്ളതിലൊക്കെ വലിയ നേട്ടങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട്. അത്ലറ്റിക്സിൽ നമുക്ക് നീരജ് ചോപ്ര ഒളിമ്പിക്സിൽ മെഡൽ നേടാൻ പ്രതീക്ഷയുള്ള ഇന്ത്യയുടെ അത്ലറ്റുകളുടെ കൂട്ടത്തിൽ ഒരേ ഒരാളാണ് നീരജ് ചോപ്ര. അതാരാണെന്ന് എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ ജാവലിൻ ത്രോവർ ആണ്. വേൾഡിലെ ജൂനിയർ ജാവലിൻ ത്രോയിലെ റെക്കോർഡ് ഹോൾഡറാണ്, വേൾഡ് റെക്കോർഡ് ഹോൾഡറാണ്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിലും കഴിഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിലും ഇന്ത്യക്ക് വേണ്ടി ഗോൾഡ് മെഡൽ നേടിയതും നീരജ് ചോപ്രയാണ്. അതുപോലെ വേൾഡ് ജൂനിയർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 400 മീറ്റേഴ്സിൽ ഗോൾഡ് മെഡൽ നേടിയ ആസാംകാരിയായ ഹിമാ ദാസ്. ഇവർ രണ്ടുപേരാണ് ലോക നിലവാരത്തിലുള്ള 2 അത്ലറ്റുകൾ ഇന്ത്യയിൽ നിന്ന്. ഹിമാ ദാസ് 400 മീറ്റേഴ്സിലാണ്. നീരജ് ചോപ്ര ഹരിയാനക്കാരനാണ്. ഹിമാ ദാസ് ആസാംകാരിയാണ്. പിന്നെ കഴിഞ്ഞ വർഷം മറ്റൊരു പ്രകടനം ഉണ്ടായി. പക്ഷെ അത് ഇന്ത്യൻ ലെവലിൽ മാത്രമാണ് ഇതൊരു വലിയ ന്യൂസ് ആവുന്നത്. ജിൻസൺ ജോൺസൺ എന്ന് പറയുന്ന ഇന്ത്യൻ താരം, ജിൻസൺ ജോൺസൺ മലയാളിയാണ്. ജിൻസൺ ജോൺസൺ 800 മീറ്റേഴ്സില് ശ്രീരാം സിംഗ് എന്ന് പറയുന്ന ഒരു താരം 42 വർഷം മുമ്പ്, അതായത് 42 ഇയേഴ്സ് മുമ്പ് സ്ഥാപിച്ചിരുന്ന റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. 42 ഇയർ ഓൾഡ് ആയിരുന്ന റെക്കോർഡ് ജിൻസൺ ജോൺസൺ 800 മീറ്റേഴ്സിലാണ് ബ്രേക്ക് ചെയ്തത്. അത് ഇന്ത്യൻ നാഷണൽ റെക്കോർഡാണ്. അതുപോലെ ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യ, ആർച്ചറി എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ആണ്, അതിന്റെ പ്രസിഡന്റ് ആയിട്ട് BVP റാവു സെലക്ട് ആയി. ആർച്ചറി അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ട് BVP റാവു സെലക്ട് ആയി. BVP റാവു. മിതാലി രാജ്, ഇന്ത്യൻ വിമൻ ODI വൺഡേ ടീമിന്റെ ക്യാപ്റ്റൻ. ഇന്ത്യൻ വിമൻ വൺഡേ ടീമിന്റെ ക്യാപ്റ്റൻ, വൺഡേ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ് മിതാലി രാജ്. അതുപോലെ പിന്നീട് ഓട്ടോൺ അക്കൗണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞു. ഓട്ടോൺ അക്കൗണ്ട് എന്താണെന്ന്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള ഒരു മോർ ദാൻ 70 കൺട്രീസ് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ. അതിന്റെ ഫൗണ്ടർ ഇന്ത്യയാണ്, ലീഡർ ഇന്ത്യയാണ്. ഇന്റർനാഷണൽ സോളാർ അലയൻസ് ISA-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഗുരുഗ്രാമിലാണ് ISA ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. പിന്നെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും വീണ്ടും ഇത് ന്യൂസ് പേപ്പറിൽ ഉള്ളതുകൊണ്ട് പറയാണ്. ബോജിബീൽ ബ്രിഡ്ജിനെ കുറിച്ച്, ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽ റോഡ് ബ്രിഡ്ജ്, ലെങ്ത് 4.94 കിലോമീറ്റേഴ്സ്, ബ്രഹ്മപുത്ര റിവറിന്റെ മുകളിലാണ്. കണക്ട് ചെയ്യുന്ന സ്റ്റേറ്റുകൾ ആസാമും അരുണാചൽ പ്രദേശും. CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് CPCB. കാസിരംഗ നാഷണൽ പാർക്ക്, KZIRANGA, കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. അതിന്റെ പ്രത്യേകത വൺ ഹോൺഡ് റൈനോസിന്റെ നാഷണൽ പാർക്കാണ്. അതാണ് അതിന്റെ പ്രത്യേകത. കാസിരംഗ, KZIRANGA, കാസിരംഗ നാഷണൽ പാർക്ക് ആസാമിലാണ്. അതുപോലെ സരിസ്ക എന്ന് പറയുന്നൊരു ടൈഗർ റിസർവ് ഉണ്ട്. അതൊരു നാഷണൽ പാർക്കാണ്. സരിസ്ക, SARISKA, സരിസ്ക ടൈഗർ റിസർവ്. അതെവിടെയാണ് നടന്നിരിക്കാൻ? രാജസ്ഥാനിലാണ് സരിസ്ക ടൈഗർ റിസർവ്. രാജസ്ഥാൻ എന്നുള്ള സ്റ്റേറ്റിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജിയോഗ്രഫിക്കൽ ഏരിയ ഉള്ള സ്റ്റേറ്റ് രാജസ്ഥാനാണ്. അതിന്റെ ചീഫ് മിനിസ്റ്റർ ഇപ്പൊ നടന്ന ഇലക്ഷനിൽ കോൺഗ്രസുകാരനായ അശോക് ഗെഹ്ലോട്ട് ആയി പുതിയ ചീഫ് മിനിസ്റ്റർ. അശോക് ഗെഹ്ലോട്ട്, GH ഗെഹ്ലോട്ട്. ജെഫ് ബിസോസ്, BEZOZ, ജെഫ് ബിസോസ്
ആമസോണിന്റെ ഫൗണ്ടർ. ലോകത്തിലെ ഏറ്റവും വലിയ ഇ കൊമേഴ്സ് കമ്പനിയാണ് ആമസോൺ. ആമസോണിന്റെ ഫൗണ്ടറാണ് ജെഫ് ബിസോസ്. BZOZ. NK സിംഗ്, ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ ആണ് NK സിംഗ്. ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. ITES, അതിന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചിരിക്കണം. ITES, ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ്. ITES, ഇൻഫർമേഷൻ ടെക്നോളജി എനേബിൾഡ് സർവീസസ്. മൈക്ക് പോംപിയോ, MIKE, മൈക്ക് പോംപിയോ, POMPEO, മൈക്ക് പോംപിയോ US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. യുഎസിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ. അഡൽ അബ്ദുൾ മഹ്ദി, ADEL, അഡൽ അബ്ദുൾ, ABDUL, അബ്ദുൾ മഹ്ദി, MHDI, മഹ്ദി, ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ. ഇറാഖിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് അഡൽ അബ്ദുൾ മഹ്ദി, MHDI. ജൂലിയൻ അസാഞ്ചിന്റെ ഒരു ഫോട്ടോയും അതിനെ കുറിച്ചൊരു ന്യൂസും ഉണ്ട് ഹിന്ദുവിൽ. ജൂലിയൻ, JULIAN, ജൂലിയൻ അസാഞ്ച്, ASSANG. ജൂലിയൻ അസാഞ്ച് വേൾഡിൽ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ വാർത്തകൾ സൃഷ്ടിച്ച വെബ്സൈറ്റിന്റെ ഫൗണ്ടറാണ്. ആ വെബ്സൈറ്റിന്റെ പേരാണ് വിക്കി ലീക്സ്. WIKI, വിക്കി ലീക്സ്, LEAKS. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ലീക്ക് ചെയ്ത വെബ്സൈറ്റ് ആണ്. ഒരുപാട് രാജ്യങ്ങളുടെ ഒരുപാട് ലീഡേഴ്സിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി ലീക്ക് ചെയ്ത വെബ്സൈറ്റ് ആണ് വിക്കി ലീക്സ്. അതിന്റെ ഫൗണ്ടറാണ് ജൂലിയൻ അസാഞ്ച്. അറിഞ്ഞിരിക്കുക. ഇൻസൈറ്റ്, ഇതൊക്കെ ഡിസ്കസ് ചെയ്താണ്. ഇൻസൈറ്റ് എന്ന് പറയുന്നത് നാസയുടെ മാർസ് പ്രോബാണ്. മാർസിലേക്ക് നാസ സെൻഡ് ചെയ്ത പ്രോബാണ് ഇൻസൈറ്റ്. INSIGHT, ഇൻസൈറ്റ്. ഫിഫയുടെ വേൾഡ് കപ്പ് കഴിഞ്ഞ വർഷം ഫിഫയുടെ വേൾഡ് കപ്പ് പിന്നീട് കഴിഞ്ഞ വേൾഡ് കപ്പില് ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ ഫ്രാൻസും ക്രൊയേഷ്യയുമായിരുന്നു. ഫ്രാൻസും ക്രൊയേഷ്യയാണ് ഫിഫയുടെ ലാസ്റ്റ് വേൾഡ് കപ്പില് പിന്നീട് ഫൈനലിസ്റ്റുകളായിരുന്നു. വിൻ ചെയ്തത് ഫ്രാൻസാണ് പിന്നീട് വിൻ ചെയ്തത്. ഫിഫയുടെ ഹെഡ്ക്വാർട്ടർ സൂറിച്ച് ആണ്. ZURICH, സൂറിച്ച്. അത് സ്വിറ്റ്സർലൻഡ് ആണ്. സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് ആണ് ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഫിഫയുടെ പ്രസിഡന്റ് ഗ്യാനി ഇൻഫാന്റിനോ ആണ്. GIANNI, ഗ്യാനി ഇൻഫാന്റിനോ. INFANTINO, ഗ്യാനി ഇൻഫാന്റിനോ. ഇന്ത്യയുടെ ക്രിക്കറ്ററായ ആയിരുന്ന VVS ലക്ഷ്മണന്റെ ഓട്ടോബയോഗ്രഫിയാണ് 281 ആൻഡ് ബിയോണ്ട്. 281 ആൻഡ് ബിയോണ്ട്. 281 ആൻഡ് ബിയോണ്ട് ആണ് പിന്നീട് VVS ലക്ഷ്മണന്റെ ഓട്ടോബയോഗ്രഫി. പിന്നീട് ഫിഫ വേൾഡ് കപ്പ് ലാസ്റ്റ് നടന്നത് റഷ്യയിലാണ് ലാസ്റ്റ് ഫിഫ വേൾഡ് കപ്പ് നടന്നത്. ഇന്ത്യയുടെ ചീഫ് ബാഡ്മിന്റൺ കോച്ചാണ് P. Gopichand, ചീഫ് ബാഡ്മിന്റൺ കോച്ച് ഓഫ് ഇന്ത്യ. P. Gopichand. അതുപോലെ ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ ഇപ്പൊ ഇന്ത്യ വിസിറ്റ് ചെയ്തു. ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററാണ് വാങ് ഇ. WANG, വാങ് ഇ, YI, WANG, YI, ചൈനയുടെ ഫോറിൻ മിനിസ്റ്റർ. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ കൊൺറാഡ് സക്മയാണ്. CONRAD, കൊൺറാഡ് സക്മ. SANGMA, കൊൺറാഡ് സക്മ, മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ. നിതി ആയോഗ്, ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷന്റെ റീപ്ലേസ്മെന്റ് ആയ നിതി ആയോഗ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗ്. ഇപ്പൊ ഒരു പുതിയ ഇൻഡെക്സ് ഉണ്ടാക്കി. ഇൻഡെക്സ് എന്താന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്, SDG എന്ന് പറയുന്ന സംഭവമുണ്ട്. യുണൈറ്റഡ് നേഷൻസിന്റെ ഗോൾസ് ആണ്. 15 ഗോൾസ് ആണ്. യുണൈറ്റഡ് നേഷൻസിന്റെ 15 ഗോൾസ് ആണ് SDG, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ്. 2030 ലോകത്തിൽ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന 15 UN ഗോൾസ് ആണ്. അതായത് പോവർട്ടി ഇറാഡിക്കേഷൻ, ജെൻഡർ ഇക്വാലിറ്റി, എല്ലാവർക്കും വീട്, എല്ലാവർക്കും പ്യൂർ വാട്ടർ, അങ്ങനെ കുറെ നല്ല കാര്യങ്ങളാണ് SDG എന്നുള്ളത്, സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ബൈ 2030. 15 ഗോൾസ്. അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോകം മുഴുവൻ ശ്രമിക്കണം. ഇന്ത്യ അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് അച്ചീവ് ചെയ്യുന്ന കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് കാണിക്കുന്ന ഇന്ത്യൻ സ്റ്റേറ്റുകൾ
ഇന്ത്യൻ സ്റ്റേറ്റുകൾ മുഴുവൻ റാങ്ക് ചെയ്തു. അതിൽ ഏറ്റവും കൂടുതൽ പ്രോഗ്രസ് കാണിക്കുന്നത് 1ാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശും 2ാം സ്ഥാനത്ത് കേരളവും 3ാം സ്ഥാനത്ത് തമിഴ്നാടുമാണ്. അപ്പൊ നിതി ആയോഗിന്റെ ലേറ്റസ്റ്റ് റാങ്കിംഗ് അനുസരിച്ച് SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസിന്റെ പെർഫോമൻസിൽ മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ 3 സ്റ്റേറ്റുകൾ ഫസ്റ്റ് ഹിമാചൽ പ്രദേശ്, സെക്കൻഡ് കേരള ആൻഡ് തേർഡ് തമിഴ്നാടു. നിതി ആയോഗിന്റെ ചെയർമാൻ പ്രൈം മിനിസ്റ്ററും വൈസ് ചെയർമാൻ രാജീവ് കുമാറും CEO അമിതാഭ് കാന്തുമാണ്. അമിതാഭ് കാന്ത് നിതി ആയോഗിന്റെ ചെയർമാൻ, പ്രൈം മിനിസ്റ്റർ, വൈസ് ചെയർമാൻ രാജീവ് കുമാർ ആൻഡ് CEO അമിതാഭ് കാന്ത്. അപ്പൊ ഇത്ര ആയപ്പോഴത്തേക്ക് നമുക്ക് ഇതുവരെയുള്ള പെൻഡിങ് ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് എല്ലാം കഴിഞ്ഞു. ഈ പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഒന്നുമില്ല. ഇനി നമുക്ക് കുറച്ച് ഓൺലൈൻ ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.